പണ്ട് ഞാൻ എപ്പോഴും നമ്മൾ അംഗൻവാടീൻ്റെ കുറേ വീഡിയോസ് ഇട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ അംഗൻവാടിയിൽ വന്നപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടായില്ല. കാരണം ഞാൻ അധികമായിട്ട് വലിയ അടുപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചൊരു ഇതായപ്പോഴത്തേനും എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി, നല്ല ബന്ധമായി. അപ്പോഴത്തേനും ടീച്ചർ പോകാനുമായി. ടീച്ചർ 6 മാസത്തേക്ക് വന്നതായിരുന്നു, താൽക്കാലികമായിട്ട് വരുന്ന ആൾക്കാരെ. പക്ഷെ നല്ല ബന്ധമായിരുന്നു, ഭയങ്കര അടുപ്പമായിരുന്നു. പെട്ടെന്നാണ് ടീച്ചർ പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. അന്ന് തെച്ചും സതിച്ചായാലും ബാക്കിയുള്ളവരായാലും എല്ലാം ഭയങ്കര മൂഡ് ഓഫിലായിരുന്നു. എന്നാ പറയണ്ടേ എന്നാ ആക്കണ്ടേന്ന് അറിയാത്തതുണ്ട്. തലേന്ന് നമ്മൾ സാധനവും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർക്കൊരു ചെറിയ യാത്രയപ്പ് കൊടുക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയൊരു പരിപാടി ആക്കിയതായിരുന്നു ഇത്. ടീച്ചർ വന്നുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരും ഇത്രയും കണക്ഷൻ ഉണ്ടായതും. അങ്കൻവാടി ചെറിയ രീതിയിലെങ്കിലും നല്ല ഇതിൽ കൊണ്ടുപോകാൻ പറ്റിയതും എല്ലാം ടീച്ചർ എഫേർട്ട് കൊണ്ട് മാത്രമെന്ന് എനിക്കെപ്പം തോന്നലുണ്ട്. നമ്മൾ സമോസ വാങ്ങിയപ്പോഴത്തേനും പിള്ളേരെല്ലാവരും കൂടി തിന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ചെറിയൊരു തോതിൽ നമ്മൾ അമ്മമാരൊക്കെ കൂടി പൈസ ഇട്ട് ചെറിയൊരു ഗിഫ്റ്റും സംഭവമൊക്കെ ആക്കിയിട്ട് ചെറിയ തോതിലുള്ള പരിപാടിയായിരുന്നു. മക്കളായാലും ടീച്ചറുമായിട്ട് നല്ല അടുപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ പുതിയൊരാൾ വന്നാൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല. നമ്മളന്ന് മൊത്തം അതിൻ്റെ സൂപ്പർവൈസറിനെയും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചെങ്കിലും പക്ഷേ അവർ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല, അതിൻ്റെ ആൾക്കാരെല്ലാം ആയി എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഓൾറെഡി ആദ്യമേ ഇത് ടീച്ചറെ പെർമനൻ്റ് ആക്കാനുള്ള പ്ലാനിങ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഇപ്പോൾ ഇവിടെ മുന്നേ ഉണ്ടായ ടീച്ചർ മോൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു നമുക്ക്. ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ടീച്ചർ പോയാലും. നമ്മളെയും കാട്ടി വിഷമമായത് സജിതേച്ചിക്കായിരുന്നു. സജിതേച്ചി വെറും കരച്ചിലായിരുന്നു. സജിതേച്ചിനോട് എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥ. ഞാൻ ഭയങ്കര അറ്റാച്ച്ഡാണ്. പൊതുവേ നമ്മൾ എൻ്റെ പണ്ടത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ചെറുനില അംഗൻവാടിയായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഇപ്പോഴും ആ ബന്ധം കീപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ആരുമായിട്ട് എനിക്ക് അങ്ങനെ വലിയ ബന്ധം വെക്കാനൊന്നും തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പൊതുവേ എടുത്ത പരിപാടിയിലെല്ലാം പങ്കെടുക്കലും ആക്കലും ഒക്കെ കുറവായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഒയ്യുന്നല്ലാണ്ട് ഞാനൊന്നിനും പങ്കെടുക്കാനൊന്നും നിൽക്കുകയില്ല. കാരണം എനിക്ക് അങ്ങേ അംഗൻവാടി ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നിനുണ്ട്. പക്ഷേ ഇപ്പം അങ്ങേ അംഗൻവാടിയിലേതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മളെല്ലാവരും ഭയങ്കര കമ്പനി ആയി തുടങ്ങി. നമ്മളെല്ലാവരും ഒന്നുമില്ലെങ്കിലും കുറച്ച് സമയം ഒന്ന് പുറത്ത് പോകണം തോന്നി ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ വരാനുണ്ട് എന്നുള്ള ആ ഒരു ബന്ധമുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ നമ്മളെന്തായാലും ആ ബന്ധം കീപ്പ് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ നമ്മളെപ്പോഴും കുറച്ച് ടൈമെങ്കിലും നമ്മളെല്ലാവരും വരുമ്പോൾ ഇപ്പം ഞാനാ നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആടിയിരുന്ന് കുറേ സമയം വർത്താനം പറഞ്ഞ് 10 മണിക്ക് പോകുന്ന നമ്മളൊരു 11 മണിയാവാണ്ട് നമ്മൾ തിരിച്ചു വരത്തില്ല. പിള്ളേരുടെ കയ്യിലുണ്ടാവും. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒന്ന് റിലാക്സ് എല്ലാം ചെയ്തിട്ട് മാത്രമേ വീട്ടിലേക്ക് വരുത്തുണ്ടായിരുന്നുള്ളൂ. അത് ശരിക്കും ടീച്ചറെ ഒരു ഇതുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. കാരണം ടീച്ചർ നമ്മളെല്ലാവരെയും ഭയങ്കര കമ്പനിയായിട്ട് കണ്ടു. ടീച്ചർ എന്താ പറയുക, നമ്മൾ ടീച്ചറെ ഒരാളായിട്ട് കണ്ടതുകൊണ്ടാണ്, നമുക്ക് അത്രയും ഫ്രീഡം തന്നതുകൊണ്ടാണ് നമ്മൾ അത്രയും ബന്ധം ഉണ്ടായത്. കേക്ക് കണ്ട പിന്നെ എൻ്റെ മക്കളെ അവസ്ഥ അറിയാമല്ലോ. ഇത് നമ്മൾ ഉദയനാക്കിയ കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇവരിപ്പോൾ ഇനി പുതിയ ടീച്ചറെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ. കുഞ്ഞു മക്കളല്ലേ, അവരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും ഇതാക്കുന്നൊന്നും അറിയില്ല. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, നീ ഇത് വീഡിയോയിൽ എന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചേട്ടാ. എൻ്റെ അമ്മേ കേക്ക് കണ്ടാൽ പിന്നെ എൻ്റെ മക്കൾക്ക് ഒരു രക്ഷയില്ല. കുറച്ച് കുട്ടികളെ ഉള്ളെങ്കിലും കുറച്ച് കുട്ടികളെ സന്തോഷം ഭയങ്കരമായിരിക്കൂലേ. നമുക്ക് അംഗൻവാടിയിലെ മക്കളെ ഒരു ഹാപ്പിനെസ് ഭയങ്കരമായിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അംഗൻവാടിയിൽ പോയിരുന്ന. ഭയങ്കര സമാധാനം കിട്ടും പിള്ളേരൊപ്പം കളിക്കുമ്പോൾ ഇതാക്കുമ്പോൾ ഭയങ്കര സമാധാനം. അപ്പം ഞാൻ പണ്ടേ ചെറുതിലുള്ള സമയത്തെ അടുത്ത അംഗൻവാടി തന്നെയായിരിക്കും. കാരണം എൻ്റെ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് ഒട്ടുമിക്ക ടൈമും ഞാൻ അവിടെ തന്നെയായിരിക്കും. എല്ലാ പിള്ളേരെയും എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ വീടിലെ പിള്ളേരെ എല്ലാവരെയും കറക്റ്റായിട്ട് അറിയാം കേട്ടോ. എല്ലാവരും നമ്മളെ മക്കളെ പോലെ തന്നെയല്ലേ, അതേപോലെ തന്നെ കാണൽ. നമുക്ക് ഇങ്ങനെ മക്കളാകുമ്പോൾ വേറെ ഒന്നുമില്ലല്ലോ, എല്ലാവരും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. ടീച്ചർക്ക് ഭയങ്കര വിഷമമായിരുന്നു പിള്ളേരെ വിട്ട് പോകുന്നതിൽ. ഭയങ്കര സങ്കടമായിരുന്നു. നമ്മളെ മാക്സിമം ട്രൈ ചെയ്തെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ടീച്ചറെ സ്ഥിരമാക്കാനോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നീട്ടി കിട്ടാനോ ഒന്നും ഒരു വഴിയില്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മനസ്സുകൊണ്ട് നമ്മളും അത് ആക്സെപ്റ്റ് ചെയ്തു.
എന്താ പറയുക, അങ്ങനെ അങ്ങ് വിട്ട് കുഴപ്പമില്ല. ഇനി വരുന്നവരുമായിട്ട് ഇത്രയും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. നമുക്കത് അറിയില്ല. ചിലപ്പോൾ ഇതേപോലെ നമ്മൾ കമ്പനി ആവുമായിരിക്കും, ചിലപ്പോൾ ഒട്ടും ഒരിതില്ലാണ്ട് പോവുമായിരിക്കും. അങ്ങനെ ടീച്ചർ അങ്ങനെ പോയി, അത്ര തന്നെ. ഇത് കേക്ക് മുറിക്കുമ്പോൾ പിന്നെ ഒടുക്കത്തെ തിരക്കായിരിക്കും, നമുക്ക് ഭയങ്കര ബിസി ആയിരിക്കും. കാരണം നമുക്ക് കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമുള്ള കാര്യങ്ങളാണ്. കണ്ടോ, കേക്ക് മുറിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷാഭരിതരായിട്ട് ഇരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് തോണ്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് എടുത്ത് വായിലിട്ടാൽ മതി എന്നുള്ള അവസ്ഥയിൽ എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ എനിക്കിതാ എന്നുള്ള അവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മളത് മുറിച്ച് സെറ്റാക്കി എല്ലാവർക്കും കൊടുത്തു. എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ മുന്നേ കണ്ടതിൽ വെച്ചിട്ട് ഇവിടെ ഹെൽപ്പറായാലും ടീച്ചറായാലും ഭയങ്കര ബോണ്ടിങ്ങാണ്. അവർ തമ്മിൽ നല്ല ബോണ്ടിങ് ഉണ്ട്. മിക്കവാറും എവിടെയും ഞാനത് കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ഉള്ളതുകൊണ്ട് ഇവർ മാക്സിമം അംഗൻവാടീനെ നല്ലതാക്കണം എന്നുള്ള രീതിയിലേക്ക് ചെയ്യലുണ്ട്. ടീച്ചർ വന്നേ പിന്നെയാണ് ഇവിടെ നല്ല പരിപാടികളായാലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും. ഇപ്പം നമ്മൾ വിഷു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുഞ്ഞു ഇതൊരു വലിയ സംഭവം എന്നല്ല, എന്നാലും ഈടുത്തെ ഈ ഒരു അംഗൻവാടീനെ വെച്ച് നോക്കുമ്പം അതൊക്കെ വലിയ കാര്യങ്ങളാണ്. കാരണം ചെറിയൊരു അംഗൻവാടിയാണ്, ആകെ 3-4 പിള്ളേർ വന്ന് പഠിക്കുന്ന ഒരു പുരോഗമനവും ഇല്ലാത്ത ഒരു അംഗൻവാടിയായിരുന്നു. പക്ഷേ അവിടെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. എന്തായാലും ഇത്രയും അടിപൊളിയാക്കിയതിനും ഈ അംഗൻവാടി നല്ലതിലാക്കിയതിനും.